ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പുഴയിലോട്ട് പോവുകയാണ് മീൻ പിടിക്കാൻ. അത്യാവശ്യം നല്ല മഴയുണ്ട്, പക്ഷെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ ഇറങ്ങി മഴക്കോട്ട് വിട്ടിട്ട്. അച്ഛനെല്ലാം ഇവിടെ എവിടെയോ ആയിട്ട് മീൻ പിടിക്കുന്നുണ്ട്, അതും കൂടി കണ്ട് മീനും എടുത്ത് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുഴ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അവരെയും വിളിച്ചിട്ട് അവരെവിടെയാണെന്ന് കാണുന്നില്ല, അതാണ് ഞങ്ങൾ വിളിച്ച് വിളിച്ച് പോകുന്നത്. എവിടെയാണെന്ന് അറിയുന്നില്ലല്ലോ, മീൻ പിടിക്കുന്ന എവിടെയാണെന്ന് അറിയുന്നില്ല. ജിബ്രുവിന് ഭയങ്കര സന്തോഷാണ്. അവൻ ആദ്യമായിട്ടാണ് പകലങ്ങനെ കഴിച്ചുവിടുന്നത്. ഇവിടെയാണ് മീൻ പിടിക്കുന്ന സ്ഥലം. ഇവിടെയല്ല, വേറെ പുഴയുടെ പല ഓരങ്ങളിലായിട്ട് എല്ലാവരും മീൻ പിടിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെയാണ് മീൻ പിടിക്കുന്നത്. അപ്പം ഇതാണ് പുഴ. എല്ലാരും ഉണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ മീന്. മൂന്ന് മീനെ കിട്ടിയിട്ടുള്ളൂ. മീനിന്റെ മുട്ടയുണ്ട്, കാണുന്നുണ്ടോ? 3 മീനെ കിട്ടിയിട്ടുള്ളൂ. വലയിട്ടതിന് ശേഷം എല്ലാവരും മീൻ കുടുങ്ങണതും നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കരയില്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്നു കേട്ടോ, നമ്മള് വലയിടുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ ചേട്ടൻ്റെ ജിബ്രു കുറച്ച് പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഇവൻ നമ്മുടെ ഇടയിൽ ഇങ്ങനെ കളിക്കണത് നോക്കണ്ട, പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാ കുറച്ച് സീനാണ്. അതാണ് ഞാൻ പിടിച്ചു വെച്ചത് ആ ചേട്ടൻ വന്നപ്പം. രണ്ട് ദിവസം മഴയായപ്പോ പെട്ടെന്ന് വെള്ളം കയറി. ഞങ്ങളെ കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, വെറുതെ കാണാൻ വന്നതാണ്. വെയിറ്റ് ചെയ്യാം, വലിയ മീൻ കിട്ടും. ജിബ്രുവിനെയും കൂട്ടിട്ടാണ് കൈസ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഈ മീൻ കുടുങ്ങുന്നത് നമുക്ക് അറിയാൻ പറ്റുക? ആ കുപ്പിയില്ല, മീൻ കുടുങ്ങി കഴിഞ്ഞാൽ ആ കുപ്പി ഇങ്ങനെ താഴോട്ട് വലിച്ചോണ്ട് പോകും. അപ്പൊ നമുക്കറിയാം. നല്ല കുത്തൊഴുക്കുള്ള പുഴയാണ് ഗൈസ്. ഇതിപ്പോ വെള്ളം കയറി തുടങ്ങിയതേ ഉള്ളൂ. ഈ പുഴയിൽ ഇട്ടിരിക്കുന്ന കുപ്പി കാണുന്നുണ്ടോ? ആ കുപ്പി ഇങ്ങനെ ഇളകുമ്പോഴാണ് നമുക്ക് മീൻ കുടുങ്ങിയെന്ന് മനസ്സിലാവുക. ശരിയാ, കിട്ടുമായിരിക്കും ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പറ്റിയേക്കുന്നുണ്ടോ? ഇതിൽ നിന്ന് ആ തറ്റത്ത് ഇങ്ങനെ വലിക്കുമ്പോഴേക്കും വല ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെയാണ് ഇതിൽ മീൻ കുടുങ്ങിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഞാനിവിടെ അല്ലേ പറയുന്നത്. പിന്നെ അടുത്തതിന് നമുക്ക് മീൻ എന്തായാലും കിട്ടുന്നതാണ്. ജിബ്രുവിന് ഇവിടെ വന്നേ പിന്നെ ഒരു പിടി ലൂസായ പോലെ കളിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്നില്ലേ? അടുത്ത ഇതിനു വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ജിബ്രു കാത്തിരുന്ന് കാഴ്ചക്കാരുടെ എണ്ണം കൂടി വരിക എന്നല്ലാണ്ട് ഞങ്ങൾക്ക് മീൻ കിട്ടണുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഒച്ച വെക്കണത് കൊണ്ടാണ് മീൻ കിട്ടാത്തതെന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോകാന്നുള്ള ഒരു ആലോചനയിൽ ഞങ്ങളിങ്ങനെ നിൽക്കുക. ജിബ്രുവിന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവന് ആദ്യമായിട്ട് അങ്ങനെ പകല് നേരങ്ങളിൽ തുറന്നു കിട്ടതിന്റെ സന്തോഷം കൂടിയാണ് ഈ കാണുന്നത് മുഴുവൻ. അവിടെ ഇരുന്ന് മീൻ പിടിക്കണവരെ ഇനിയും ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ച് കിട്ടിയ മീനുമായിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. മുള്ളുണ്ട്, നോക്കി നടക്കാൻ മുള്ളുണ്ട്. 2 ദിവസമായിട്ട് വീട്ടിൽ കറണ്ടൊന്നും ഇല്ല. എവിടെയോ മരം പൊട്ടി വീണിട്ട് ലൈനൊക്കെ പൊട്ടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫോണിൽ ചാർജ് ഒന്നും ഇല്ല, അതിന്റെ ഒച്ചയാണൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോകണ വഴിയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നൈസാണ് ഇങ്ങനെ മഴയത്ത് നടക്കാൻ. അങ്ങനെ നമുക്ക് ആകെ കിട്ടിയ മീനാണ് ഈ കാണുന്നത്. ഇനി ഇതിനെ വെട്ടി മുറിച്ച് നന്നാക്കണം.